ഇന്ത്യൻ റെയിൽവേയുടെ 1068.54 ഹെക്ടർ ഭൂമി കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. അതിൽ 95% മുസ്ലിം കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. ഇത് 2025 കഴിഞ്ഞ മാർച്ച് വരെയുള്ള കണക്കാണ്. ഞെട്ടിക്കുന്ന കണക്കാണ്. നമുക്കറിയാം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്, അത് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക്, പിന്നെ പറയാറുണ്ട് വഖഫ് ബോർഡിന് 8.5 ലക്ഷം ഹെക്ടറോ മറ്റോ വഖഫ് ബോർഡിൻ്റെ കയ്യിലുണ്ട്. 8.5 ലക്ഷം ഏക്കർ. പക്ഷേ കഴിഞ്ഞ ദിവസം മറ്റൊരു കണക്ക് വന്നു. മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് സർക്കാർ ചർച്ച് സർവേ ആരംഭിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിലുള്ള സഭകളുടെ കയ്യിലുള്ള ഭൂമി 20 ലക്ഷം ഏക്കറാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സർക്കാരിൻ്റെ ഭൂമി പാട്ടത്തിനെടുത്തിട്ട് പാട്ടം പുതുക്കാതെ കയ്യിൽ വെച്ച് അനുഭവിക്കുന്ന 20 ലക്ഷം ഏക്കറാണെന്ന് പറഞ്ഞു. അതേക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കാണാത്തവർ ഒന്ന് കാണണം. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നത് അതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഭൂമിയിൽ 1068.54 ഹെക്ടർ ഭൂമി കയ്യേറിപ്പോയി. കയ്യേറിയതിൽ 95% മുസ്ലിമുകളാണ് എന്ന് പറയുമ്പോൾ, ആ മുസ്ലിമുകളിൽ നല്ല ശതമാനം ഇന്ത്യക്കാരല്ല, ബംഗ്ലാദേശികളാണ്. കൊൽക്കത്തയിൽ ചെല്ലണം, ബംഗാളിലുള്ള റെയിൽവേ ട്രാക്കുകൾ കാണണം. രണ്ട് വശത്തും ട്രെയിൻ കഷ്ടിച്ച് ഞെരുങ്ങിയാണ് പോകുന്നത്. രണ്ട് വശത്തും വീട് വെച്ചിരിക്കുക. ഉത്തരാഖണ്ഡിലുണ്ട്, ആസാമിലുണ്ട്, പല സ്ഥലത്തും ഇങ്ങനെ ഭൂമി കയ്യേറിയിരിക്കുക. ഇന്ത്യൻ റെയിൽവേക്ക് 4.99 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇന്ത്യൻ റെയിൽവേക്ക് ആകെ ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ഭൂമിയാണെന്ന് പറയാം. 1068.54 ഹെക്ടർ എന്ന് പറയുമ്പോൾ 4.99 ലക്ഷം, 5 ലക്ഷം ഹെക്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സംഖ്യയാണെന്ന് പറയാം. പക്ഷേ 1068 ഹെക്ടറാണേ. അപ്പോൾ എത്ര കോടി രൂപയുടെ ഭൂമിയാണെന്ന് ഓർക്കണം. റെയിൽവേയുടെ ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, പുതിയ ലൈനുകൾ, ഇതെല്ലാം ഉണ്ടാക്കാൻ ഈ ഭൂമി ആവശ്യമുണ്ട്. ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ഒന്നും ഉണ്ടാവുന്നില്ല. വളരെ അതിവേഗത്തിലാണ് ഈ കയ്യേറ്റം നടക്കുന്നത്. എല്ലാ ദിവസവും കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ 1068.54 ഹെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കണക്ക് പറഞ്ഞു തരാം. ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയം. 63 ഏക്കറുണ്ട്. അതായത് ഇത്തരത്തിലുള്ള 42 സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കാം ഈ 1068.54 ഹെക്ടർ ഭൂമിയുണ്ടെങ്കിൽ. ഈ ഭൂമിയിൽ ഇതുവരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞത് വെറും 98.2 ഹെക്ടർ. അതായത് 1068.54 ഹെക്ടർ ഭൂമി പിടിച്ചെടുത്തതിൽ 98.2 ഹെക്ടർ മാത്രമേ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഭൂമി ഒഴിപ്പിക്കൽ നടപടി അതിവേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. റെയിൽവേക്ക് വികസന പ്രവർത്തനം, നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേ അതിവേഗത്തിൽ കുതിക്കുകയാണ്. റെയിൽവേയുടെ ഭൂമി കയ്യേറി താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ഒരു 3 ആഴ്ച മുമ്പാണ് ബോംബെയിലെ മഹാരാഷ്ട്രയിലെ ബാന്ദ്രയിൽ ഒഴിപ്പിക്കൽ നടന്നു. അവിടെ വലിയ തോതിലുള്ള മുസ്ലിം കോളനി ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു. വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുകയാണ്. അവർക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. ആധാർ കാർഡുണ്ട്, വൈദ്യുതിയുണ്ട്. ഈ കോളനി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ വീടുകളൊക്കെയാണ് കാണുന്നത്. അകത്തോട്ട് പോയാൽ AC-യും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവിടെ അങ്ങനെ ചേരികൾ കെട്ടി താമസിക്കുകയാണ് റെയിൽവേ പുറമ്പോക്കിൽ. ബാന്ദ്രയിൽ അത് ഒഴിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ സംഘർഷം ഉണ്ടായി. ഇവർ സംഘടിച്ച് വന്നിട്ട് ആളുകൾ പോലീസിനെ ആക്രമിച്ചു. അവിടെ ഈ ഭൂമിയിലുണ്ടായിരുന്ന ഒരു മസ്ജിദ് ബുൾഡോസർ വെച്ച് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായി, സംഘർഷമുണ്ടായി, ലാത്തിച്ചാർജ് നടന്നു. അവസാനം റെയിൽവേ അത് ഒഴിപ്പിച്ചങ്ങ് എടുത്തു. ഇതുപോലെ ഉള്ള നടപടികൾ വലിയ തോതിൽ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു തടസ്സം ഉണ്ടായിരുന്നത് ഉത്തരാഖണ്ഡിലെ ഹൽദാനി എന്ന് പറയുന്ന റെയിൽവേ ഭൂമിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ അറിയണം, കേരളത്തിലെ മാധ്യമങ്ങൾ പറയാത്ത കാര്യമാണ് ഹൽദാനി ഭൂമി. ഹൽദാനി എന്ന് പറയുന്നത് ബൽപൂർ ജില്ല എന്ന് പറയുന്ന സ്ഥലത്ത് 29 ഏക്കർ ഭൂമിയുണ്ട് റെയിൽവേക്ക്. 29 ഏക്കർ ഭൂമിയിൽ 4365 പേർ, 65 വീടുകളുണ്ട്. അതായത് 4365 വീടുകളിലായി ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ താമസിക്കുകയാണ് 29 ഏക്കർ ഭൂമിയിൽ. ഇത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഒഴിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചപ്പോൾ വലിയ പ്രക്ഷോഭമായി. ഒടുവിൽ ചില ആളുകൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എന്ത് ചെയ്തു? ഹൈക്കോടതി ഉടനെ ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു, 50,000 പേരില്ലേ, 4365 പേര് കുടുംബങ്ങളില്ലേ, വീടുകളില്ലേ, ഇതെല്ലാം കൂടെ പൊളിച്ചിട്ട് ആളുകളെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു.
സ്റ്റേ ചെയ്തിട്ട് സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ അവരെ ഒഴിപ്പിക്കുകയാണെങ്കിൽ ഈ 50,000 പേർക്കും താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. ഈ 4,365 വീട്ടുകാരുണ്ട്. ഇവർക്ക് പ്രതിമാസം 2,000 രൂപ വീതം സർക്കാരിന് കൊടുക്കണം. നോക്കൂ, സർക്കാരിൻ്റെ ഭൂമി, റെയിൽവേയുടെ ഭൂമിയിൽ അനധികൃതമായി വന്ന് താമസിച്ച് വീടുണ്ടാക്കി താമസിച്ചവർക്ക് പുനരധിവാസം സർക്കാർ കൊടുക്കണം. അവർക്ക് 2,000 രൂപ വീതം കൊടുക്കണമെന്നൊക്കെ ഉദാരമായി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഉത്തരവിട്ടു. റെയിൽവേ സുപ്രീം കോടതി പോയി. ആ കേസ്, ഈ വിധി വന്നത് 2022 ഡിസംബറിലാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ വിധി വന്നത്. സുപ്രീം കോടതിയിൽ കേസ് വന്നു. കേസ് വന്നിട്ട് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചിൽ വന്നു. സൂര്യകാന്ത് ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് റെയിൽവേയുടെ ഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമിയാണ്. ഈ വന്ന് താമസിച്ചിരിക്കുന്ന ആളുകൾ നുഴഞ്ഞുകയറ്റക്കാരാണ്. അവർ അനധികൃതമായി താമസിക്കുകയാണ്. അവരുടെ വീടുകളിരിക്കുന്ന സ്ഥലം അവരുടേതല്ല. സർക്കാരിൻ്റെ ഭൂമിയിൽ ഇങ്ങനെ വീടുണ്ടാക്കാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുക. സർക്കാർ ഭൂമിയിൽ വന്ന് വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇറക്കി വിടരുത്. ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് വേറെ വീട് വെച്ച് തരണം, വേറെ സ്ഥലം തരണം എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു ന്യായവുമില്ല. അതുകൊണ്ട് ആ ഭൂമിയിൽ അവർക്ക് തുടരാൻ അവകാശമില്ല എന്ന് ഹൽദ്വാനിയിലെ കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു. സുപ്രീം കോടതി എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ പൗരന്മാരാണോ എന്നൊന്ന് പരിശോധിക്കുക. ഇന്ത്യൻ പൗരന്മാരൊക്കെ ആണെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ലൈഫ് PMAY കിട്ടുന്ന വീടുകൾക്ക് ഇവർക്ക് അർഹത ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അല്ലാതെ ഈ റെയിൽവേ ഭൂമിയിൽ ഇവരിരിക്കേണ്ട, ഇവരെ ഒഴിപ്പിച്ചോളാൻ പറഞ്ഞു. അത് റെയിൽവേയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിധിയാണ് ഈ ഹൽദ്വാനിയിലെ ഭൂമിയുടെ കേസ്. ഇപ്പോൾ ബാന്ദ്ര ഒഴിപ്പിച്ചത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. സമ്പൂർണ്ണമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു, ഈ കയ്യേറ്റക്കാർക്ക് ഭൂമിയിലൊരു അവകാശവുമില്ല, അവർക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ബാധ്യതയുമല്ല. വേണമെങ്കിൽ വല്ല വീടോ വല്ല കൊടുക്കുന്ന വല്ല പദ്ധതി ഉണ്ട്, കൊടുത്താൽ നല്ലത്, കൊടുക്കണം എന്നൊരു ഉത്തരവൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധി വന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ റെയിൽവേസ് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ 1068.54 ഹെക്ടർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള തീരുമാനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നടപടികൾ ബാന്ദ്രയിൽ നടന്നതുപോലെ ദില്ലിയിലെ തിലക് മാർഗുണ്ട്, ബംഗാളി മാർക്കറ്റ് പരിസരം, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് മസ്ജിദുകൾ, ദർഗകൾ, ചേരികളൊക്കെ ഈ റെയിൽവേയുടെ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളുടെ പ്ലാറ്റ്ഫോമുകളിൽ പള്ളിയുണ്ട്, അറിയാവോ? വടക്കേന്ത്യ പോയാൽ അറിയാം. പ്രയാഗ്രാജിലുണ്ട്. അവിടെ ശവക്കല്ലറുകൾ, ട്രാക്കുകൾക്കിടയിൽ ശവക്കല്ലറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പച്ച തുണിയൊക്കെ പുതപ്പിച്ച് അവിടെ ആരാധനാ പൂജ. ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ ലൈവാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്, കൊൽക്കത്ത ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി ഒരു മസ്ജിദ് ഇരിപ്പുണ്ടത്. എത്ര വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അത് മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റൂല. പക്ഷേ ഇപ്പോൾ സുവേന്ദു അധികാരി വന്നിട്ട് ഇന്നലെ ഉത്തരവിട്ടു, പൊളിച്ചു മാറ്റണം എന്ന് ഉത്തരവിട്ടു. വിമാനത്താവളത്തിൽ റൺവേയോട് ചേർന്ന് ആ റൺവേ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ കൂടെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത നിലവിളി വരും. കണ്ടില്ലേ, അയ്യോ പാവങ്ങളെ ഒഴിപ്പിക്കുന്നേ, പാവങ്ങളെ വീട് പൊളിക്കുന്നേ, ബുൾഡോസർ രാജ് എന്നൊക്കെ പറഞ്ഞ് നിലവിളി ഉയരാൻ പോവുകയാണ്. ആ നിലവിളി ശബ്ദം വിട്ടോളൂ. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ റെയിൽവേയുടെ ഭൂമിയിൽ അനധികൃതമായി കയ്യേറി താമസിക്കുന്ന ഒരാൾക്കും തുടരാൻ അവകാശമില്ല. പൊളിച്ചു നീക്കാൻ സർക്കാരിന്, റെയിൽവേക്ക് അധികാരമുണ്ട് എന്നതിൻ്റെ പേരിൽ നടപടികളുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലെ CPM, കോൺഗ്രസ്, മുസ്ലിം സംഘടനകൾ, മാധ്യമങ്ങൾ, ഇവിടെ അബ്ജോദ് വർഗീസിനെ പോലെയുള്ള ആളുകളൊക്കെ നെഞ്ചത്തടിച്ച് കരയും. മീഡിയ വണ്ണാണെങ്കിൽ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്ത് ഫാസിസ്റ്റ് മോദിയുടെ കിരാത വാഴ്ച റെയിൽവേ ഭൂമിയിലേക്കും വരികയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, രാജ്യത്തിൻ്റെ സ്വത്ത് ഒരു വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ എവിടെ വന്നും കയ്യേറി താമസിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം അത് അവരുടെ അവകാശമാണെന്ന് അവർ കരുതുന്നത്. ഭൂമി സർക്കാരിൻ്റെ ഒന്നും അല്ലെന്നേ. ഭൂമി സർക്കാരിൻ്റെ അല്ല, ഭൂമി അള്ളയുടെയാണ്. അള്ള നിർമ്മിച്ചതാണ് ഭൂമി. അള്ളയ്ക്ക് വഖഫ് ചെയ്യാനുള്ളതാണ് ഭൂമി. അതുകൊണ്ട് ഭൂമിയുടെ അവകാശികൾ ഞങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർ പൊതുനിരത്തിൽ നിസ്കാരം നടത്തുന്നത്, പൊതുഭൂമി കയ്യേറുന്നത്. നാളെ അവർ പറയും, എൻ്റെയും നിങ്ങളുടെയും ഭൂമി കാശ് കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചിരിക്കും,
ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. റെയിൽവേയുടെ ആയിരിക്കും അവകാശം. പക്ഷേ ഞങ്ങൾ വീട് കെട്ടി താമസിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പേരിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഭൂമി അള്ളാഹ് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയാൽ നമ്മൾ എന്ത് ചെയ്യും? വഖഫ് നിയമം അങ്ങനെയല്ലായിരുന്നോ? നിങ്ങളുടെ ഭൂമി കണ്ടിട്ട് ഇത് വഖഫാണ് എന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചാൽ വഖഫ് എടുത്തുകൊണ്ട് പോകും. പിന്നെ നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ സ്ഥാപിക്കണം, എൻ്റെയാണെന്ന് സ്ഥാപിക്കണം. അതായിരുന്നു നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമം. പിന്നെ വഖഫ് ബൈ യൂസർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട് നിങ്ങൾ വാടകയ്ക്ക് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അയാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? അയാൾ അവിടെ താമസിച്ചുകൊണ്ട് ഞാനിത് പള്ളിക്ക് കൊടുത്തിരിക്കുന്നു, വഖഫാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഖഫായി പോകുമായിരുന്നു. അതും ഈ വ്യവസ്ഥകളെല്ലാം കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതിന് നരേന്ദ്രമോദി വരേണ്ടി വന്നിരുന്നു. ആലോചിച്ച് നോക്കിയേ നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഏതായാലും റെയിൽവേയുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഉടൻ ആരംഭിക്കും. ബാന്ദ്രയിൽ നടന്നത് പൈലറ്റ് പ്രൊജക്റ്റാണ്. ഹൽദാനിയിൽ നടപടി ഉടനെ ഉണ്ടാവും. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിൽ സാധുക്കളായ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ബുൾഡോസറുമായി ഭീകര സംഘി സർക്കാർ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഉടൻ വരും. അതിനു മുമ്പ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ് ഈ കണക്കുകൾ. പ്രിയമുള്ളവരെ, മറ്റാരും പറയാത്ത വാർത്തകളുമായി ഇന്ത്യ ലൈവ് എന്നും നിങ്ങൾക്കൊപ്പം കൊണ്ട് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചെയ്യണേ.